ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. ഒരു ഓവർ സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ച് പൊളിക്കുന്ന ഓർത്ത്, പക്ഷെ അതൊന്നും നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പടം. നല്ല നല്ല മേക്കിങ്, നല്ല ഒന്ന് കാണാൻ പറ്റിയ നല്ല പടം, നല്ല ഗുഡ് മൂവി. അടിപൊളി പടം, നല്ല സൂപ്പർ മൂവി, നല്ല ഗുഡ് ഫീൽ. നല്ല പടമാണ്, നല്ല ഹ്യൂമർ ഉണ്ട്, നല്ല ഫീലിംഗ് ഉള്ള പടമാണ്, നല്ല ആക്ടിങ്, ഗംഭീര പടം. ഇല്ല സാർ, ഇല്ല ഞാൻ ചെയ്തല്ല. അർജുനൊക്കെ സൂപ്പറായിട്ട് ചെയ്തു, അടിപൊളി പടം. നല്ല പടം, അടിപൊളി അടിപൊളി നല്ല സിനിമ. അടുത്ത കാലത്ത് ഇറങ്ങി വെച്ച് നല്ല സിനിമ, നല്ല സിനിമ. സൂപ്പർ എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ ലാസ്റ്റ് കൊണ്ട് തലവര എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം. നല്ല ട്രീറ്റ് ആണ്, പറയില്ല, ആകെ കിളി. സന്തോഷമുണ്ട് ഭയങ്കര. അതെ അതെ, ഫീൽ ഗുഡ്, മൊത്തത്തിൽ ഫീൽ ഗുഡ് ആണ്. എല്ലാരും കാണണം എന്ന് തന്നെ പറയണേ, കാണണം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. കുറച്ച് സഹിച്ചപ്പോൾ അറിയില്ല എന്താന്ന്, നിങ്ങൾ കാണണം. അതെ അതെ, വേറൊരു മൂഡിലോട്ട് മാറും. അപ്പം എല്ലാരും വന്ന് കാണണം എന്നാണ് പറയുന്നത്. വേറെ അതെ അതെ, അടുത്തടുത്ത പടം തലവര. ഭയങ്കര സന്തോഷമുണ്ട്. പറയാൻ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു വെള്ളിയാഴ്ച അത് കിട്ടി. ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയോ മാജിക്കലി ചാക്കോച്ചന്റെ ഒരു പ്രസൻസ് അത് പൊളിയാവട്ടെ എന്ന് പറയാനുള്ളൊന്നുമില്ല. ഒന്നും ചിന്തിക്കാണ്ട് വെറുതെ പോയി കാണുക. അങ്ങനെ മാസ്മരികമായിട്ടുള്ള പരിപാടിയല്ല, പക്ഷെ എന്നാൽ തന്നെ എല്ലാവരും ഗംഭീരമാണ്. അവരെ പറ്റി പ്രത്യേകിച്ച് പറയണ്ട. ഞാൻ രാത്രി മൂന്നാമത്തെ പടമാണ്. കൂടപ്പറപ്പ് പോലെ എല്ലാവരും ഉണ്ട് ഇപ്പോഴും. മനോജ് ഗംഭീര ഡാൻസറാണ്, ആ കലക്കം പരിപാടി. വിഷ്ണു രഘുവിന് മാത്രം വരാൻ പറ്റില്ല, കാരണം ചെറിയ പനിയായിട്ട് റെസ്റ്റിന് നടക്കണം. ആ ഒരു സങ്കടം ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കണേ. റിക്കവറായിട്ട് എന്തായാലും ഒരുമിച്ച് ഞങ്ങൾ കൂടി പോകും. ഇവരെല്ലാവരും, രേവതി എല്ലാവരും, അശോകനും പൊളിച്ചു, ഒന്നും പറയാനില്ല. മനസ്സിലായില്ല. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ, അതായത് ഒരാൾക്ക് സ്കിന്നിനൊക്കെ ടോണിനൊക്കെ വ്യത്യാസം. സാധാരണ ക്യാരക്ടറല്ല, ഫ്രണ്ടിന് ഇങ്ങനത്തെ എന്തോ ഉദ്ദേശിക്കണമെന്ന് ഈ പറഞ്ഞാലേ എനിക്കത് ഉത്തരം തരാൻ പറ്റുള്ളൂ. അല്ല ഗ്ലാം അങ്ങനെയല്ല വെച്ചാൽ എത്ര ആൾക്കാർ ഇതിന് മുമ്പും പല ആക്ടേഴ്സ് ഇതിന്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യണ്ട. ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടൊരു കഥ വേണം. അങ്ങനത്തെ കഥ കറക്റ്റ് ഇതിൽ വന്നുകൊണ്ടാണ് ചെയ്യാൻ എനിക്ക് ഒരു എനർജി ഉണ്ടായത്. പടത്തിന്റെ ബേസിക് മെയിൻ ത്രെഡ് ഒരു പ്രേമമാണ്. ഇത് ക്യാരക്ടറിന്റെ സംഭവം ഉണ്ട്, പക്ഷെ എന്നാലും ഇവന്റെ തലവരനെ പറ്റിയാണ് പറയുന്നത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടെങ്കിൽ അത് ആ ക്യാരക്ടറിന് ഉണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ നമ്മൾ വെറുതെ ഒരു കഥയിൽ കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല. ഇതിന് അനുയോജ്യമായിട്ടുള്ള പരിപാടി കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണം. അതൊത്തു വന്നു. അതെ, ഇവനൊക്കെ നമ്മൾ എത്ര പടങ്ങൾ ഒരുമിച്ച് വെക്കണം. അതെ, സുമതി ഇത് കഴിഞ്ഞ സുമതി അവളെ ചെയ്തത് അഭിനയിച്ചത്.
ഇറങ്ങി ഓഡീഷനിലെ കാര്യം കാണിച്ചത് കറക്റ്റാണ്. എല്ലാരും കാണട്ടെ എന്ന് അതെ മാത്രം അതെ പ്രാർത്ഥിക്കുന്നു. കറക്റ്റ് നമ്മൾ നടക്കുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെ അവസ്ഥയാണ് കറക്റ്റാണ് കാണിച്ചത്. ഫീലൊന്നുമില്ല കേട്ടാ. കാരണം ഭയങ്കര സന്തോഷമുണ്ട്, ഇല്ലാന്നൊരിക്കലും പറയണ. പക്ഷെ ഇത് ആൾക്കാര് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പടമാണ്. അത് എത്രത്തോളം ആൾക്കാരുടെ അടുത്തേക്ക് എത്തുമെന്ന് അറിയാം. എല്ലാവരും തിയേറ്ററിൽ പോയി ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ വെറുതെ പോയി കണ്ട് ആസ്വദിക്കണം. വെറുതെ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ പോയി കണ്ടാൽ എല്ലാവർക്കും ഭയങ്കര കണക്ട് ആവുന്ന ഒരു സബ്ജക്റ്റാണ്, ഭയങ്കര ടച്ചിങ് സബ്ജക്റ്റാണ്. Take you through an emotional roller coaster and it's worth watching. Thank you. കുറച്ചുകൂടെ ഇമോഷണലായി. സോ സന്തോഷമാണ്. എല്ലാവർക്കും നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ വർക്കായിട്ട് എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പബ്ലിക്കും കൂടെ കണ്ടിട്ട് എന്താണ് ഇന്ന് അതെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു മലയാള സിനിമയിലേക്ക് വരുന്നത് എന്നുള്ളത്. ഈ ക്യാരക്ടറിലൂടെ വന്നത് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ടീമും അങ്ങനെയാണ്. പ്രൊഡക്ഷൻ ആയാലും കാസ്റ്റ് ആയാലും എന്തായാലും ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് എ ഹോൾ. അപ്പാർട്ട് ഫ്രം ദ റിസൾട്ട് എനിക്കൊരു പേഴ്സണലി ഭയങ്കര വാല്യൂബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. എൻ്റെ ലൈഫാണ് സത്യത്തിൽ ഈ സിനിമ. ഞാൻ എവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ പോർഷൻ ആയിട്ടായാലും എനിക്കത് ഈ സിനിമയിലൂടെ പറയാൻ പറ്റി. നാളെ എങ്ങനെ അശ്വത്തെ സിനിമയിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുക ഒരു സിനിമയുണ്ട്, തലവര എന്ന് പറയുന്നത്. അത് എന്നെപ്പോലെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രശസ്തരായി നിൽക്കുന്ന ഒരുപാട് ആക്ടേഴ്സിൻ്റെ ലൈഫാണ് എനിക്കിത് പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ ഇനി ബാക്കിയുള്ള ഷോസ് ആണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ കുറേ നമ്മുടേതായ ആൾക്കാരൊക്കെ ചേർന്നാണ് സിനിമ കണ്ടത്. അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പോൾ നോർമൽ ഓഡിയൻസ് കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കുക, അതിനുശേഷം ഹാപ്പി ആവാം എന്നുള്ളതാണ്.